വെൽക്കം ടു ഗോഡ്സ് ഓൺ കൺട്രി കേരള. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല് മൺചട്ടിയിൽ ചുട്ടെടുത്ത വെള്ളപ്പാണ്. അതിന് കഴിക്കാൻ വേണ്ടത് നമ്മളാണ് മുട്ട, നമ്മുടെ കോഴിമുട്ടക്കറിയാണിത്. നല്ല മസാലയൊക്കെ ചേർത്ത് ഞങ്ങളിപ്പോ ഒരു പിടി പിടിക്കാൻ അവിടെ പോവാണ്. പിടിക്കാൻ നമുക്ക് അരി അരച്ച് പകുതിയാകുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ, കുറച്ച് പഞ്ചസാര, കുറച്ച് ചോറ് ഇതും കൂടി കൂട്ടി അരയ്ക്കുകയാണെങ്കിൽ നമുക്ക് അപ്പത്തിന് നല്ല പശിമയായിട്ട് അപ്പം കിട്ടും. ഇത് തേങ്ങ ഉടച്ച വെള്ളമാണത്. ഇത് കുറച്ച് ഒഴിച്ച് ചേർക്കണമെങ്കിൽ പൊന്തി വരാൻ നല്ലതാണ്. ഇത് തലേദിവസം കൂട്ടി വയ്ക്കാം. നമുക്ക് തലേദിവസം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ ഈ പൊന്തി വരും. നമ്മൾ ഇന്നലെ കലക്കി വെച്ച അപ്പത്തിനുള്ള മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. കണ്ട, ഇത് നമുക്ക് മൺപാത്രത്തിൽ ചുട്ടെടുക്കാം. മണ്ണ് കൊണ്ടുള്ള ചട്ടിയാണിത്. ഈ ചട്ടിയിലാണ് നമ്മളിന്ന് വെള്ളപ്പം ഉണ്ടാക്കാൻ പോണത്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കി ഒന്ന് മയപ്പെടുത്തെടുക്കാം. നമുക്കിത് നമുക്ക് ഇന്നലെ കലക്കി വെച്ച മാവ് നന്നായിട്ടൊന്ന് കലക്കി മിക്സ് ചെയ്തെടുക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. മുട്ടക്കറിയിലേക്കുള്ള മസാലക്കൂട്ട് വറുത്തെടുക്കാം. നമുക്ക് പട്ട, കരയാമ്പൂ, ഏലക്കായ, പെരുംജീരകം, മല്ലി ഒരു വിധം വറവായിട്ടുണ്ട്. അപ്പം നമുക്ക് മുഴുവൻ മുളക് ഇട്ട് കുറച്ച് വറുത്തെടുക്കാം. മല്ലി മുളകും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തേങ്ങ നമുക്ക് മുട്ട പുഴുങ്ങാൻ കുറച്ച് വെള്ളം ചൂടാക്കാം. നമുക്ക് മുട്ട
മുട്ടക്കറി ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സവാള വാട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില അങ്ങനെ ചേർത്ത് കൊടുക്കാം അതിലേക്ക്. നമ്മുടെ സവാള ഇപ്പോൾ ഒന്നൊരു ചുമന്ന കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അടുത്തത് അമ്മിലരച്ച മസാലയാണ്. അത് നമുക്ക് കുറച്ചാണ്ട് ചേർത്ത് കൊടുത്താലോ. മഞ്ഞൾ കുറച്ച് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് അരപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കറക്റ്റ് ഉപ്പാണ് കേട്ടോ. അതെ. മസാലക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഇപ്പം മുട്ടയും വളരെ നന്നായിട്ടുണ്ട്. ഇപ്പം മുട്ടക്കറിയും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്.